സോ ഗൈസ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 7 പ്ലസ് ലോ ബൂട്ട് ഇഷ്യൂ ആയിട്ട് വന്നതാണ്. 0.026 മില്ലി ആംബിയറിൽ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ CPU പവർ എടുക്കാത്തൊരു ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ CPU ചെക്ക് ചെയ്ത് നോക്കാനാണ് പോകുന്നത്. പവറിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ CPU മാത്രമേ നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളൂ. CPU ഡ്രൈ ആയതോ സെൽഫ് ഡാമേജ് ആയതോ ആകാൻ ചാൻസ് ഉണ്ട്. ബക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ബക്ക് ഓയിൽസ് പ്രസ് ചെയ്തൊക്കെ നോക്കി, ലൂസായിട്ടില്ലെന്നുള്ളൊരു കൺഫർമേഷനിൽ നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് CPU റീബോൾ ചെയ്ത് നോക്കാനാണ് പോകുന്നത്. CPU റീബോൾ ചെയ്ത് നോക്കാനായിട്ട് അതിന് ചുറ്റിനും ഗമ്മുണ്ട്. ഗമ്മ് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് CPU റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഗം കട്ടിങ് എല്ലാം പ്രോപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ CPU റിമൂവ് ചെയ്തെടുക്കാം. പ്രോപ്പർ ടെമ്പറേച്ചറൊക്കെ അടിച്ച് സേഫായിട്ട് നമുക്ക് CPUവിനെ റിമൂവ് ചെയ്ത് വെളിയിലെടുക്കാം. CPU റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നേരെ റീബോൾ ചെയ്യാം. അതിന് മുന്നായിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഒരു 3-4 പ്രിൻറ്റ് മിസ്സിങ് ആയിട്ടുണ്ട്. അതിനെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ബോളാക്കിയിട്ടുണ്ട്. ബോളാക്കി കണക്ഷൻസ് എല്ലാം കൺഫേം ചെയ്തതിന് ശേഷം നമുക്കിനി റീബോൾ ചെയ്ത് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കണം. റീബോളിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇതിനി ഇപ്പോൾ ബോർഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഡിവൈസ് ലോ ബോട്ടിൽ നിന്ന് പവർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്ത് നോക്കാം. റീബോളിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കാം. സൈഡ് ബോൾസ് എല്ലാം പ്രോപ്പറായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ DC പവർ എടുക്കുന്നുണ്ട്. ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, ആപ്പിൾ ലോഗോ വന്നിട്ടുണ്ട്. ഡിവൈസ് അപ്പോൾ ഓണായി വരുന്നുണ്ട്. ഓക്കെ, CPU റീബോൾ ചെയ്ത് ഡിവൈസ് ഓണായി വന്നിട്ട്. അപ്പോൾ 7 പ്ലസ് ആയിരുന്നു, അത് ലോ ബോട്ടിൽ വന്നതാണ്. CPUവിൻ്റെ ഇഷ്യൂ ആയിരുന്നു. നമ്മൾ റീബോൾ ചെയ്തപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യണം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.